ഞാൻ ഇത് ഒരു മാസം ട്രൈ ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ, എൻ്റെ മുടിയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ഞാനിത്. അബദ്ധം പോട്ടൊരു മണ്ടത്തരം എന്ന് പറയണത് ഒരു ചൊറിച്ചില് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാര്യം വെക്കില്ല. എന്നിട്ട് പിന്നെ ഞാനിത് യൂസ് ചെയ്ത് എല്ലാ ദിവസവും യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായി. ബെറ്റർ ഇത് വാങ്ങുന്നതായിരിക്കും. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആഡ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇത് ഒരു മാസം ട്രൈ ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ, എൻ്റെ മുടിയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റോസ്മേരി വാട്ടറിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. റോസ്മേരി ഓയിൽ ചെയ്തിട്ടുണ്ട്, റോസ്മേരി ഓയിൽ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട്, റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഹെയർ മാസ്ക്, പിന്നെ അങ്ങനെ കുറേ ഈ റോസ്മേരി വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രം ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിലും റോസ്മേരി വാട്ടർ ഉണ്ടാക്കി എല്ലാ ആഴ്ചയും ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാൾ ബെറ്റർ ഇത് വാങ്ങുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താണ് കേട്ടോ ഞാനിത്. പിന്നെ ഇപ്പോഴേ തന്നെ പറഞ്ഞേക്കാം, എനിക്ക് എന്താണ് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് വാങ്ങിച്ചത്. അല്ലാണ്ട് ഇത് വാങ്ങണമെന്ന് ഓർത്തിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും DIYs യൂസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം എന്ത് ഫേസ് മാസ്ക് ആയാലും ഹെയർ മാസ്ക് ആയാലും ഇപ്പം ഹെയർ ഓയിൽ ആണെങ്കിലും തന്നെ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യണേക്കാൾ ബെറ്റർ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യണതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമുക്ക് ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. 100% നാച്ചുറൽ ആണല്ലോ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് ഞാനിത്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയണത്, എനിക്ക് അബദ്ധം പോട്ടൊരു മണ്ടത്തരം എന്ന് പറയണത് വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടറാണ്. അപ്പം അത് എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെയാണ് ഞാനിത് യൂസ് ചെയ്തത്. എല്ലാ ദിവസവും രാത്രിയും രാവിലെ ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയണത്, എനിക്ക് ഭയങ്കരമായിട്ടൊരു ചൊറിച്ചില് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാര്യം വെക്കില്ല. എന്നിട്ട് പിന്നെ ഞാനിത് യൂസ് ചെയ്ത് എല്ലാ ദിവസവും യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായി തലയിൽ. പക്ഷെ പേരും കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ ഒന്നും അല്ല, ഡാൻഡ്രഫും ഇല്ല. അപ്പം ഞാൻ വെറുതെ ഇതൊന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഇതിൽ യൂസേജ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രം ഇത് യൂസ് ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും 2 ടീസ്പൂൺ മാക്സിമം റോസ്മേരിയെ ഇടാറുള്ളൂ. ഇത് ചിലപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടായിരിക്കും ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇനി അത് എല്ലാ ദിവസവും യൂസ് ചെയ്ത് ഇത് കൂടി പോയിട്ടാണോ എന്ന് അറിയില്ല. എനിക്ക് ചെറിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ആഴ്ചയിൽ 2 ദിവസമായിട്ട് കുറച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു സംഭവം വന്നിട്ടില്ല. അതിനുശേഷം ഓക്കെയാണ്. അതാണ് എനിക്കൊരു ചെറിയൊരു ഡ്രോബാക്ക്. അതെൻ്റെ മണ്ടത്തരമായിരുന്നു അതായിട്ട് തോന്നിയത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയൊരു ബോട്ടിൽ 100 ml ബോട്ടിലാണ് 225 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ 100 ml ബോട്ടിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. ഇതൊരു മാസം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അത് എങ്ങനെ പോയാലും പറ്റും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇത് ആഴ്ച 2 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് മറ്റേ റോസ്മേരി വാട്ടർ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടർ ഞാൻ 3-4 മാസം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ റിസൾട്ട് വന്നു തുടങ്ങിയത്. എങ്ങനെ പോയാലും ഒരു 1-2 മാസം ആയപ്പോഴേക്കുമാണ് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വന്നത്. പക്ഷേ ഇത് ഞാൻ 1 മാസം ആയുള്ളൂ. അപ്പം തന്നെ എനിക്ക് ചെറിയ ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ കുറേ ബേബി ഹെയർസ് വന്നു തുടങ്ങി. പിന്നെ ഞാൻ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ കുറച്ച് ഇങ്ങനെ നെറ്റ് കയറുന്ന പോലെ ഉണ്ടായിരുന്നു. അതിനും നല്ല കുറവ് വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്നുണ്ടാവില്ല, ഇങ്ങനെ ചെറിയ ഇങ്ങനെ ബേബി ഹെയർസ് ഒക്കെ വന്നു. അത് നല്ലൊരു മാറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ 1 മാസത്തിലാണ് ഇത് എനിക്ക് തോന്നിയത്. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നത് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഈ ഹെയർ മൊത്തം ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആകെ ഈ ഒരു പോർഷൻ, നമ്മുടെ ഈ ഒരു പോർഷനിലെ സ്കാൽപ്പിൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു ഇനി ഇതെങ്ങാനും നിർത്തിക്കഴിഞ്ഞാൽ മുടി കൊഴിയോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ടേക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഇങ്ങോട്ടേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറ് കേട്ടോ.
പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്താലും അറിയാൻ പറ്റില്ല, റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാറില്ല. ഇവിടെ യൂസ് ചെയ്താലാണ് എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് അറിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് എനിക്ക് ഹെയർ കുറവുള്ളത്. അപ്പം റിസൾട്ട് ഞാൻ കാണിച്ചത് ഇവിടെ നല്ലോണം വന്നേക്കുന്നത് ബേബി ഹെയർസ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇവിടെ എനിക്ക് ഒരു ചെറിയൊരു ഇങ്ങനെ നെറ്റികയറ്റം പോലെ ഉണ്ട്. അത് നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് കണ്ടോ. ഇതൊക്കെ എനിക്കിപ്പോൾ വരുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം ഹെയർ ഫോൾ അല്ല. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്കൊന്നും തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഹെയർ ഫോൾ നല്ലോണം തന്നെയുണ്ട്. അത് ഇതിൻ്റെ പ്രശ്നമല്ല കേട്ടോ, അത് ഒന്നിൻ്റെയും പ്രശ്നമല്ല. അത് നമ്മുടെ ഈ ക്ലൈമറ്റിൻ്റെയും പിന്നെ നമ്മൾ വർക്കിനൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഹെയർ ഫോൾ വരുന്നത്. ഇത് ശരിക്കും പറയുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയാണ്. ഹെയർ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവും ഇത് യൂസ് ചെയ്താൽ. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ, എല്ലാവർക്കും യൂസ് ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ റിവ്യൂവിന് വേണ്ടി മാത്രം യൂസ് ചെയ്താണ്, പക്ഷേ നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയണത്, ഇത് നമ്മൾ സ്കാൽപ്പിൽ മാത്രം യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ താഴെ സ്ട്രാൻഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെയർ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം ഡ്രൈ ആക്കുന്നുണ്ട് ഇത്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ എനിക്ക് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഹെയർ ഓയിൽ, അതായത് റോസ്മേരി ഓയിലോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ ഏതെങ്കിലുമൊക്കെ ഇട്ട് യൂസ് ചെയ്യാവോ എന്ന്. അതൊരിക്കലും പാടില്ല കേട്ടോ. ഈ ഹെയർ ടോണർ ആണെങ്കിൽ ടോണറായിട്ട് സ്പ്രേ ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഓയിൽ വേറെ ആയിട്ട് യൂസ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ഇത് വെള്ളവും ഓയിലും കൂടിയാണല്ലോ, ഡൈല്യൂട്ടായി പോവില്ല. അതുകൊണ്ട് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. എനിക്ക് വന്ന മാറ്റം ഇതൊക്കെയാണ്. നല്ലോണം ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യില്ല, ഹെയർ ഗ്രോത്ത് ഉണ്ടായി. എനിക്ക് ഈ ഭാഗത്തൊക്കെ എനിക്ക് ഭയങ്കര ഹെയർ ഉണ്ടായിരുന്നില്ല, അത് നല്ലോണം മാറിയിട്ടുണ്ട്, പെട്ടെന്ന് മാറി. അതാണ് വീട്ടിലുണ്ടാക്കുന്ന റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ റിസൾട്ടിനേക്കാൾ പെട്ടെന്ന് ഇതിന് റിസൾട്ട് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിനും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അതിന് ഒരു 1.5 മാസം എടുക്കും റിസൾട്ട് വരാൻ. ഇത് പെട്ടെന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് കിട്ടും. പിന്നെ എന്തായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബുക്കാണെങ്കിൽ അപ്പുറത്തേക്ക് പോയി. പിന്നെ വേറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ച 2 ദിവസം യൂസ് ചെയ്താൽ മതി. പിന്നെ മൂന്ന് സ്റ്റെപ്സാണ് ഇതിനുള്ളത്. അതായത് 3 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമല്ലോ, ഷാമ്പു ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് ഇട്ടിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഷാമ്പു ചെയ്ത് കുളി കഴിഞ്ഞിട്ട് നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ ലീവ് ചെയ്യാം. പിന്നെ കഴുകുകയും ഒന്നും ചെയ്യണ്ട. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നമുക്ക് രാത്രി ഇത് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴുകി കളയണ്ട, എന്നിട്ട് പിറ്റേ ദിവസമായാലും കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ 3 രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമാണ് വന്നത്. പിന്നെ സ്ട്രാൻഡ്സിൽ അധികം യൂസ് ചെയ്യേണ്ട, ഡ്രൈ ആവും. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഡെയിലി യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. 1 മാസത്തേക്ക് എങ്ങനെ പോയാലും ഉണ്ടാവും. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ് ഗൈസ്. ഒന്നുമില്ല ഇതിൽ. പിന്നെ ആർട്ടിഫിഷ്യൽ കളറൊന്നുമില്ല. പിന്നെ ക്രൂവൽറ്റി ഫ്രീ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്ക് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. 100 മില്ലിക്ക് 225 രൂപയാണ്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.